ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ബഹുമാനം നിറഞ്ഞ ഡെന്നിസ് ജോയ് സർ, ഞാൻ കൊട്ടാരക്കരയിൽ നിന്നും കത്തെഴുതുകയാണ്. ഇവിടെ 16 സെൻറ്റ് സ്ഥലത്ത് 2 നിലകളിലായി 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് പണിയുവാനായി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതനുസരിച്ചൊരു പ്ലാൻ വരയ്ക്കുകയും ചെയ്തു. ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ദയവായി പറഞ്ഞു തരണം. ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു ആരാധനാലയമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ? സ്ഥലത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത്? ദയവായി മറുപടി തന്ന് സഹായിക്കണമെന്ന് അനീഷ്. അപ്പോൾ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 150 അടി മാറി നിൽക്കുന്ന ആരാധനാലയമാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ദോഷങ്ങൾ വരാൻ സാധ്യതയില്ല. പക്ഷേ അതിൻ്റെ ദർശനം തൊട്ടടുത്തായിട്ട് വല്ലതും വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാസ്തു അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് കാണിച്ചിട്ട് അതിൻ്റെ ദോഷമുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഞാൻ ഈ പ്ലാനിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു പ്ലാൻ ഞാൻ പരിശോധിക്കുന്ന സമയത്ത് ഇപ്പം നിലവിൽ ഈ ഒരു പ്ലോട്ടിലേക്ക് വാഹനങ്ങൾ കയറാനൊക്കെ ആയിട്ടായിരിക്കും ഇതിനകത്ത് ഒരു നമ്മുടെ ഗേറ്റിൻ്റെ സ്ഥാനമായിട്ട് കൊടുത്തിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ ഗേറ്റ് കൊടുക്കാറില്ല. കാരണം വണ്ടി കയറാനുള്ള സൗകര്യത്തിന് വേണ്ടി കൊടുത്തതാവാം. പക്ഷേ ഇവർ വീട് പണിയുമ്പം അല്ലെങ്കിൽ വീട് പണി തുടങ്ങിക്കഴിയുമ്പം ഈ ഗേറ്റ് ഇവർ മാറ്റി സ്ഥാപിക്കണം. അപ്പോൾ ഇവർക്ക് മാറ്റി സ്ഥാപിക്കാനായിട്ട് നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരുപാട് മാറ്റി സ്ഥാപിച്ചാൽ ചിലപ്പോൾ വണ്ടി കയറുന്ന ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ടത് ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് മൂല വരെയുള്ള നീളം എടുത്ത ശേഷം അതിനെ നേരെ പകുതിയാക്കിയിട്ട് ആ പകുതിക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇവർക്ക് ഗേറ്റ് മാറ്റി സ്ഥാപിക്കാം. ഇതാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറി കിട്ടും. അതുപോലെ നിലവിൽ എനിക്ക് തന്നിരിക്കുന്ന പ്ലാനിൽ ഒരു 130 സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുത്താൽ ഇതിനകത്ത് ശരിക്കും 77 കോല് വരും. അശ്വതി നക്ഷത്രമാണ്, കൗമാരത്തിലാണ്. ഉത്തമമായിട്ടുള്ള ഒരു കണക്കിലേക്ക് അത് മാറിക്കിട്ടും. നിലവിലെ ചുറ്റളവും മോശം ചുറ്റാണ്. അപ്പോൾ അത് കൃത്യമായ ചുറ്റളവിലേക്ക് ഇവർ മാറ്റണം. അതുപോലെ മെയിൻ ഡോറ് മദ്യം വിട്ടിട്ട് നോർത്ത് വെസ്റ്റിലാകണം. കാരണം വെച്ചാൽ ഇത് പടിഞ്ഞാറോട് ദർശനമുള്ള വീടാണ്. അപ്പോൾ പടിഞ്ഞാറോട് ദർശനമുള്ള വീടായതുകൊണ്ട് തന്നെ നമ്മുടെ കിഴക്ക് ഭാഗത്ത് മാക്സിമം സ്പേസ് കിട്ടത്തക്കോണം വേണം ഇവർ പ്ലാൻ ചെയ്യുവാനായിട്ട്. പടിഞ്ഞാറ് ഭാഗത്തോട്ട് ഇപ്പോൾ ഇതിന് ദർശനം കൊടുത്തിരിക്കുന്നത് കൊണ്ട് എന്തായാലും പടിഞ്ഞാറ് ഭാഗത്ത് ഇവർക്ക് ഒരുപാട് മിറ്റം ആവശ്യമാണ്. കാരണം ഒരിക്കലും നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ട് ചേർത്ത് വീട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീടിന് കുറ്റിക്ക് അടിച്ച് കഴിഞ്ഞ് കൃത്യമായിട്ടുള്ള കണക്കിൽ ഇതിന് മിറ്റം കിട്ടി കറക്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം വെച്ചാൽ കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും മാക്സിമം സ്പേസ് കിട്ടത്തക്കോണം വേണം ഇതിന് മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്യുവാനായിട്ട്. അപ്പം പടിഞ്ഞാറ് ഭാഗത്ത് ഇവർ മതിൽ കെട്ടുമ്പോൾ മേപ്പോട്ട് ഉയർത്തി കെട്ടണമെന്നൊന്നുമില്ല. ഭൂമിക്കടിയിലൂടെ ബേസിക് ഫൗണ്ടേഷൻ മാത്രം കൊടുത്താൽ മതി. അങ്ങനെ ഒരു കെട്ടുണ്ടെന്ന് ആരും കാണത്തുമില്ല. വാസ്തുവിൻ്റെ ദോഷം അതോടുകൂടി പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും. അതുപോലെ കന്നിമൂലയിൽ പകുതി വീടിനകത്തേക്കായിട്ട് കയറിയിട്ടാണ് ഒരു കാർ പോർച്ച് കൊടുത്തിരിക്കുന്നത്. കാരണം വെച്ചാൽ കന്നിമൂല ഭാഗത്തായിട്ട് ആരും നമ്മൾ കാർ പോർച്ച് സാധാരണ കൊടുക്കാറില്ല. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന തെക്ക് പടിഞ്ഞാറ് ഭാഗം ഛേദിച്ച് അതിനകത്താണ് കാർ പോർച്ച് കൊടുത്തിരിക്കുന്നത്. കാരണം വീടിനകത്ത് കാർ കിടക്കത്തക്കോണമാണ് ഇതിൽ പ്ലാനിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാർ പോർച്ച് ഇവർക്ക് വേണമെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അത് തന്നെയല്ല നിലവിൽ ഈ വീടിന് തെക്ക് പടിഞ്ഞാറ് മൂല ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പം കാർ പോർച്ച് അവിടെ നിന്ന് മാറ്റി അവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം പ്ലാൻ ചെയ്യുവാണെങ്കിൽ വളരെയധികം നല്ലതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഒരിക്കലും നമ്മൾ കന്നിമൂലയിലായിട്ട് നമ്മളൊരു കാർ പോർച്ച് പ്ലാൻ ചെയ്യാറില്ല. കാരണം കന്നിമൂലയിൽ കാർ പോർച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സ്ഥിരമായിട്ട് ചിലപ്പോൾ കാറുകൾ വാഴണമെന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടുമുട്ടുമൊക്കെ വന്നുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ കാറുകൾ ഇങ്ങനെ നമുക്ക് വരും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യപ്രകാരം നമ്മൾ ചിലപ്പോൾ അത് വിറ്റ് മാറേണ്ടി വരാം, അല്ലെങ്കിൽ ചെറിയ ആക്സിഡൻറ്റുകൾ വരാം. അതുപോലെ അതിനെന്തെങ്കിലുമൊക്കെ പണികൾ വന്നുകൊണ്ടേയിരിക്കാം. അപ്പോൾ കാർ പോർച്ച് ചെയ്യുമ്പം കന്നിമൂലയിൽ ഒരിക്കലും നമ്മൾ കാർ പോർച്ച് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കാർ പോർച്ച് മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ അത് നല്ലതുമാണ്. അതുപോലെ മുകൾ നിലയിൽ കന്നിമൂല ഭാഗത്തെ ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഓപ്പൺ സിറ്റ് ഔട്ട് അത് ക്ലോസ് ചെയ്തിട്ട് അതൊരു ബെഡ്റൂമായിട്ട് തന്നെ കൂട്ടിയെടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. വസ്തു സംബന്ധമായിട്ട് പ്രശ്നം നോക്കുന്ന സമയത്ത് ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു കർമ്മികളെ കൊണ്ട് അതിന് വേണ്ടുന്ന പ്രതിവിധികൾ ചെയ്യുക. അതുപോലെ ഒരു നല്ലൊരു ഡേറ്റ് നോക്കിയ ശേഷം ഇതിനകത്ത് കുറ്റിയടിച്ച് കല്ലിട്ട് വീട് പണി തുടങ്ങാം. ഇദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം ഇപ്പോൾ ഇദ്ദേഹത്തിന് വീട് പണിയുന്നതിന് ദോഷമുള്ള ടൈമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. വീട് പണി എത്രയും പെട്ടെന്ന് ഇദ്ദേഹം ചെയ്യട്ടെ. അതുപോലെ ഇതിനകത്തുള്ള ഈ ഒരു പ്ലാൻ കറക്റ്റ് ചെയ്ത ശേഷം എനിക്ക് വീണ്ടും ഒന്നുകൂടെ അയച്ചു തരിക. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ഇപ്പോൾ ആരാധനാലയത്തിൽ നിന്ന് ഈ പറയുന്ന നിശ്ചിത അകലം എടുത്ത് തന്നെ ഒരു വീടുണ്ടായിരുന്നു എന്നിരിക്കട്ടെ, അവിടെ ഇപ്പോൾ രണ്ടാമത്തെ ഒരു നില ക്രമീകരിക്കുകയാണെങ്കിൽ അപ്പോഴത്തേക്ക് എന്തെങ്കിലും വിഷയം വരുമോ? ഇതിൻ്റെ ഹൈറ്റ് വരുമ്പോഴത്തേക്ക് ഉയർച്ചയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമോ? എന്താണെന്നുള്ളത് തീർച്ചയായും വരും. കാരണം വെച്ചാൽ നമ്മൾ ആരാധനാലയം അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഭേദം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മളൊരു വീടിൻ്റെ മുകൾ നിലയിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും താഴത്തെ നില കെട്ടുമ്പോഴും നമ്മൾ വീട് പണി തുടങ്ങുവാനായിട്ട്. അതിനാണ് നമ്മളിപ്പോൾ ഒരു വാസ്തുക്കാരെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരു പ്ലോട്ട് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഇതിനകത്തൊരു കുഴപ്പം വെച്ചാൽ നമുക്ക് ഈ ഒരു പ്ലാൻ തരുമ്പോൾ നമുക്ക് ഒരിക്കലും ആരാധനാലയം എത്രയും അടുത്താണോ അതിൻ്റെ ആ ഒരു
കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം ഈ ഒരു സ്ഥലം കണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അവിടെ തന്നെ ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലം സന്ദർശിച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അത് ഇവരുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു വാസ്തുക്കാരെ വിളിച്ച് ഇവർ കൃത്യമായ കണക്കിൽ ആ ഒരു സ്ഥാനത്ത് ഇത് ചെയ്തെടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ദോഷങ്ങൾ വരില്ല. പിന്നെ ചില ആരാധനാലയങ്ങളിലെ മുൻഭാഗത്തോ പിൻഭാഗത്തോ അല്ലെങ്കിൽ സൈഡിലൊന്നും നമുക്ക് വീടുകൾ പണിയാൻ പാടില്ല. പക്ഷേ അതിന് കൃത്യമായിട്ട് ഒരു അകലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ടുള്ള ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പക്ഷേ ഈ പറഞ്ഞ പോലെ വീടിൻ്റെ മുകൾ നില നമ്മൾ ഹൈറ്റ് കൂട്ടുമ്പോഴും അല്ലെങ്കിൽ മുകൾ നില നമ്മൾ ചിലപ്പോൾ ഇപ്പം കണ്ടംപററി സ്റ്റൈലിലൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ കാലക്രമേണ ചോർച്ചയൊക്കെ വരും, ചിലപ്പോൾ മണ്ടയ്ക്ക് സ്ട്രെസ് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആരാധനാലയത്തിൻ്റെ ദൃഷ്ടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഭാഗം നമുക്ക് ഉയർത്താൻ പാടില്ല അല്ലെങ്കിൽ മേളിൽ ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അത് പക്ഷേ ഒരിക്കലും ഒരു വീട് ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതുപോലെ ഏതെങ്കിലും ഒരു വാസ്തു ചെയ്യുന്ന ആളെ വിളിച്ച് കാണിച്ച ശേഷം സ്ഥല നിർണ്ണയം നടത്തി അതിന് എന്തെങ്കിലും രീതിയിൽ ദോഷങ്ങളുണ്ടോ അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ഒഴിവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൺഫേം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗുണഫലങ്ങളെക്കാളും ദോഷഫലങ്ങളായിരിക്കാം വരിക. പലപ്പോഴും മുകൾ നിലയിൽ നമ്മൾ വീട് പണിയരുത് അല്ലെങ്കിൽ പണിയാൻ പാടില്ല എന്ന് പറയുന്ന പല സ്ഥലങ്ങളിലും ചിലർ സ്റ്റെയർ കേസ് ഇട്ടിട്ട് മണ്ടയ്ക്ക് കൂര വെക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഈ സ്റ്റെയർ കേസ് ഇട്ട് കൂര വെക്കുമ്പോൾ അത് മുകൾ നിലയിൽ ഒരു വീടിൻ്റെ തുല്യമാവുകയാണ്. കാരണം ഏകദേശം ഒരു 100 സ്ക്വയർ ഫീറ്റോളം അത് വരുന്നുമുണ്ട്. അപ്പം മുകൾ നിലയിൽ നമുക്ക് വീട് പണിയാൻ പാടില്ലാത്ത സ്ഥലമാണെങ്കിൽ ഒരു കാരണവശാലും അവിടെ പണിയാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ സ്ട്രെസ് വർക്ക് ചെയ്യുമ്പോഴും മുകൾ നിലയിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് വരാതിരിക്കത്തക്കവണ്ണം ഒരു വാസ്തുക്കാരെ വിളിച്ച് കാണിച്ച് അത് കൃത്യമായ അളവിൽ തന്നെ ചെയ്യണം. അതുപോലെ ചില ആരാധനാലയങ്ങൾ തൊട്ടടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അവിടെ താമസിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ചില ചിട്ടകളും കാര്യങ്ങളൊക്കെ നമ്മൾ പാലിച്ച് പോയില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ദോഷഫലങ്ങൾ വരാറുണ്ട്. അപ്പം നമ്മളൊരു വീട് പ്ലാൻ ചെയ്യാനായിട്ട് നമ്മൾ സ്ഥലം വാങ്ങിക്കുന്നെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ ഉള്ളതാണോ എന്ന് കൺഫേം ചെയ്യണം. അതിനെക്കാട്ടിലൊക്കെ വേറൊരു കാര്യം വെച്ചാൽ ചില ഒരു സ്വന്തമായിട്ട് വസ്തു ഇല്ലാത്ത ഒരാളാണ്, അദ്ദേഹം ഒരു വസ്തു വാങ്ങിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പം ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിച്ചിട്ട് അയാളുടെ ജാതകപ്രകാരം അയാൾക്ക് ഏത് ദിക്കാണ് അയാൾക്ക് ഏറ്റവും ഗുണഫലമായിട്ടുള്ളത് എന്ന് കണ്ടെത്തണം. അപ്പം ചില ആൾക്കാർക്ക് കിഴക്കോട്ട് ദർശനമായിട്ടുള്ള വീടായിരിക്കാൻ നല്ലത്, കാരണം അവർ ശരിക്കും കിഴക്ക് ഗ്രൂപ്പിൻ്റെ ആളാണ്. ചില ആൾക്കാർ വെസ്റ്റ് ഗ്രൂപ്പിൻ്റെ ആളാണ്. അപ്പോൾ വെസ്റ്റ് ഗ്രൂപ്പിൻ്റെതായിട്ടുള്ള ഒരാൾ എപ്പോഴും ഈസ്റ്റ് ഗ്രൂപ്പിലുള്ള വീട് വാങ്ങിച്ചു കഴിയുമ്പോൾ അത് അയാൾക്കൊരു ശോഭിക്കണമെന്നില്ല. പക്ഷേ ഈസ്റ്റ് ഗ്രൂപ്പുകാരൻ വെസ്റ്റ് ഗ്രൂപ്പിലുള്ള വീട് വാങ്ങിക്കുമ്പോൾ അയാൾക്കത് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടണമെന്നില്ല. എപ്പോഴും ഈസ്റ്റ് ഗ്രൂപ്പുകാരനാണെങ്കിൽ അയാൾക്ക് ഈസ്റ്റിലോട്ട് ദർശനമായിട്ടുള്ള വീടോ അല്ലെങ്കിൽ അതിന് ഉപദിക്കായിട്ടുള്ള വീട് ദിക്കിലോട്ട് ഫേസ് ചെയ്യുന്ന വീടുകളോ ആയിരിക്കും അയാൾക്ക് ഉത്തമമായിട്ട് കാണുന്നത്. അപ്പം അതനുസരിച്ച് ഇവരൊരു വീടോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ വാങ്ങിക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടും. പിന്നെ ഇതേപോലെ ആരാധനാലയങ്ങളുടെയൊക്കെ വിഷയങ്ങൾ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ നമുക്ക് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളത് ഒരു വാസ്തുക്കാർക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ അതൊരു വാസ്തുക്കാരെ വിളിച്ച് കാണിച്ചിട്ട് അത് കൃത്യമായ രീതിയിൽ ഡിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഒഴിവ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വിഷയങ്ങൾ പരിഹരിച്ചിട്ട് ഇവർ മുന്നോട്ട് വീട് പണി പോവുക. മറ്റ് തടസ്സങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. സ്ഥലത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അത് ഏത് സ്ഥലങ്ങളെടുത്താലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണും. അപ്പം നമ്മളൊരു സ്ഥലം അല്ലെങ്കിൽ വീട് വാങ്ങിച്ച് വീട് വെക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ സ്ഥലത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നൊരു ജ്യോത്സ്യനെ കുറിച്ച് സമീപിച്ച ശേഷം സ്ഥലത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെന്താണ് പരിഹാരം ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കി പരിഹാരം കൂടെ ചെയ്ത ശേഷം വേണം നമ്മൾ കുറ്റിയടിച്ച് കല്ലിട്ട് വീട് പണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം മറ്റ് തടസ്സങ്ങളൊന്നും കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റും. വീടിൻ്റെ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു തകരാറ് മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നുള്ളൂ. അത് പരിഹരിച്ച് നിങ്ങളൊരു പ്ലാൻ വരച്ച ശേഷം ഒന്നുകൂടെ എനിക്ക് അയച്ചു തരിക. അതിനുശേഷം നിങ്ങൾ വീട് പണി മുന്നോട്ട് പണി തുടങ്ങുക. വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പർ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക, പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതിയറിയിക്കേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ, ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ, ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം.
കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ. അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.